ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളാണ് അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങും യൂറോപ്യൻ കമ്പനിയായ എയർബസും. ഈ രണ്ട് കമ്പനികളുടെ വിമാന മോഡലുകളാണ് ഭൂരിഭാഗം പാസഞ്ചർ എയർലൈനുകളും തങ്ങളുടെ സർവീസുകൾക്കായി ഉപയോഗിക്കുന്നത്. ബസ്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അശോക് ലെയ്ലാൻഡും ടാറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നമുക്ക് അവയെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇതേപോലെ ബോയിങ്, എയർബസ് വിമാന മോഡലുകളെ തമ്മിൽ തിരിച്ചറിയുവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബോയിങ്ങിനും എയർബസിനും ധാരാളം മോഡലുകളുണ്ട്. ഇവയുടെ എല്ലാ മോഡലുകളും തമ്മിൽ പ്രത്യക്ഷത്തിൽ വ്യത്യാസങ്ങളുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർലൈനുകൾ ഉപയോഗിക്കുന്ന ഇവയുടെ രണ്ട് മോഡലുകളാണ് ബോയിങ് 737ഉം എയർബസ് A320യും. ഉദാഹരണത്തിന് നമുക്ക് ഈ രണ്ട് മോഡലുകളെ തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തെ അടയാളം വിമാനത്തിൻ്റെ മൂക്ക് തന്നെ, അതായത് ഏറ്റവും മുൻഭാഗം. ബോയിങ് വിമാനങ്ങൾക്ക് പൊതുവെ സ്വല്പം കൂർത്ത മൂക്ക് പോലെയാണ് മുൻഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ എയർബസ് വിമാനങ്ങളുടെ മൂക്ക് കൂർത്ത ഡിസൈൻ ആയിരിക്കില്ല, പകരം അല്പം ഉരുണ്ട ഡിസൈൻ ആയിരിക്കും കാണപ്പെടുക. ഒരു സാധാരണക്കാരന് ഈ രണ്ട് വിമാനങ്ങൾ തമ്മിൽ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു എളുപ്പമാർഗമാണിത്. രണ്ടാമത്തെ അടയാളം വിമാനത്തിൻ്റെ കോക്പിറ്റ് വിൻഡോ ശ്രദ്ധിക്കുക എന്നതാണ്. ബോയിങ് വിമാനങ്ങളുടെ കോക്പിറ്റ് വിൻഡോ ഡിസൈൻ കുറച്ച് ഷാർപ്പ് ആംഗുലർ ആണ്. എന്നാൽ എയർബസ് വിമാനങ്ങളുടേത് സ്മൂത്ത് കോർണർ ആയിരിക്കും. പിന്നെ എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു അടയാളം എന്നത് വിമാനങ്ങളുടെ ഉയരമാണ്. ബോയിങ് 737 വിമാനങ്ങൾ പൊതുവെ നിലം പറ്റിയാണ് നിൽപ്പ്. എന്നാൽ എയർബസ് A320 കുടുംബം അങ്ങനെയല്ല, അല്പം ഉയരത്തിലാണ് കാണപ്പെടുന്നത്. അതേപോലെ വിമാനത്തിൻ്റെ എൻജിൻ നോക്കിയാൽ അടുത്ത വ്യത്യാസം കണ്ടെത്താം. ബോയിങ് 737 മോഡലുകൾ പൊതുവെ നിലംപറ്റി നിൽക്കുന്നവയാണെന്ന് പറഞ്ഞല്ലോ. അവയുടെ എൻജിൻ്റെ താഴ്ഭാഗം, അതായത് എൻജിൻ കൗൾ, കുറച്ച് പരന്നിരിക്കുന്നതായി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ എയർബസ് A320 മോഡൽ വിമാനങ്ങളുടെ എൻജിൻ കൗൾ ഇങ്ങനെയല്ല, പകരം വൃത്താകൃതിയിൽ തന്നെയാണ്. എൻജിൻ വശങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബോയിങ് 737 മോഡൽ വിമാനങ്ങളുടെ എൻജിൻ കവർ കുറച്ച് നീളം കൂടിയതാണ്. എന്നാൽ എയർബസ് A320 മോഡലുകൾക്ക് ഇത്രയും ഇല്ലെന്ന് മാത്രമല്ല, അവയുടെ എൻജിൻ കുറച്ച് തടിച്ചതുമാണ്. മേൽപ്പറഞ്ഞവ കൂടാതെ കോക്പിറ്റ്, ക്യാബിനിലെ ചില ഭാഗങ്ങൾ എന്നിവയിലും ഈ രണ്ട് മോഡലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. പക്ഷേ സാധാരണക്കാരായ യാത്രക്കാർക്ക് അവയൊന്നും തിരിച്ചറിയുവാനോ കണ്ടു മനസ്സിലാക്കുവാനോ എളുപ്പമല്ല. ആയതിനാൽ സാധാരണക്കാർക്ക് ഇതിൽ പറഞ്ഞ എയർക്രാഫ്റ്റിൻ്റെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ നോക്കിയാവും ബോയിങ്, എയർബസ് മോഡലുകളെ തമ്മിൽ തിരിച്ചറിയുവാൻ എളുപ്പം സാധിക്കുക.